ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ഒരു കറന്റ് എനർജി എന്താണ്, നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് എനർജി സിറ്റുവേഷൻസ് എന്താണ്, അതുപോലെ തന്നെ ഈ ഒരു യൂണിവേഴ്സ് ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വെളിപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യങ്ങൾ അതെന്തൊക്കെയാണ്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് യാദൃശ്ചികമായിട്ടാണ് എത്തുന്നത് എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കായിട്ടുള്ള ഒരു മെസ്സേജ് ആണ്, യൂണിവേഴ്സിൽ നിന്നുള്ള നിങ്ങൾക്കായിട്ടുള്ള ഒരു മെസ്സേജ്. ഓക്കെ, അപ്പൊ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ, ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് എന്തായാലും ഒന്ന് കമന്റ് ചെയ്യണം. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോട്ട് റീഡറിൽ നിന്നും നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലൈഫിൽ ലഭിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. അങ്ങനെ കാണാനായിട്ട് പറ്റാത്ത വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കാണുന്ന സമയത്ത് നിങ്ങൾക്കൊരു പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് ഇരിക്കാൻ പറ്റിയില്ല എങ്കിൽ പോലും പൂർണ്ണമായ ഒരു ശ്രദ്ധ ഇതിലേക്ക് കൊടുത്ത് കേൾക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കാരണം അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിലൊരു പോസിറ്റീവ് എനർജീസിനെ പെട്ടെന്ന് അട്രാക്റ്റ് ആവുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, അതോടൊപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. നിങ്ങളുടെ ലൈഫിലേക്ക് എല്ലാ രീതിയിലുള്ള അബണ്ടൻസ് കടന്നു വരാൻ പോവുകയാണ്, ഞാൻ അതിനെ അട്രാക്ട് ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുകയാണ് എന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. നെഗറ്റീവ് തോട്ട്സ് ഒന്നും തന്നെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ മൈൻഡ്, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യമാണ് നിങ്ങളുടെ ഉള്ളിലേക്ക് അട്രാക്ട് ആകുന്നത്. ഓക്കെ, നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, ഒന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുക, ഡീപ്പായിട്ട് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ യൂണിവേഴ്സിൽ നിന്ന് ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അതേക്കുറിച്ച് കൂടെ നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ വന്നിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു ഇപ്പോഴത്തെ ഒരു കറന്റ് എനർജി, കറന്റ് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് നോക്കുമ്പോൾ നമുക്ക് ആദ്യമേ തന്നെ കിട്ടിയിരിക്കുന്നത് പേജ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. നിങ്ങൾ ഒരുപാട് ഒരു ഫിനാൻഷ്യൽ ഗ്രോത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന സിറ്റുവേഷൻ ആയിട്ട് കാണുന്നുണ്ട്. ആ ഒരു ഫിനാൻഷ്യൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് എന്ത് രീതിക്കും റിസ്ക് എടുക്കാനായിട്ട്, മുന്നോട്ട് റിസ്ക് എടുത്ത് പോകാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ രീതിയിലുള്ള ഫിനാൻഷ്യൽ ലോസ് സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു ഫിനാൻഷ്യൽ ലോസിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഒരുപാട് ഡിപ്രസ്ഡ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കണമെന്നാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു ജസ്റ്റിസ് ലഭിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന വ്യക്തികളായിട്ടാണ് കാണുന്നത്. ഫിനാൻഷ്യൽ ഇഷ്യൂസിന്റെ കാര്യത്തിൽ മാത്രമല്ല, നമുക്കിവിടെ വന്നിരിക്കുന്നതിൽ ഒരു വൈകാരികമായിട്ടുള്ള എനർജിയും കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസ്, അതുപോലെ തന്നെ നിങ്ങൾ സ്നേഹിച്ച ഏതോ ഒരു സ്ഥലത്ത് നിന്നും നിങ്ങൾക്ക് ഒരു ചീറ്റിംഗ് നടന്നിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ആ ഒരു സ്നേഹം നിങ്ങൾക്ക് ലഭിക്കാത്ത ഒരു അവസ്ഥ. നമുക്കിവിടെ വന്നിരിക്കുന്നത് തന്നെ ചീറ്റിംഗ് എനർജിയുടെ കാർഡാണ് വന്നിരിക്കുന്നത്. സെവൻ ഓഫ് സോൾസ് ആണ്, ഒരു ഹൈഡിങ് ചീറ്റിംഗ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ടൈമിൽ ഈ ഒരു ഹൈഡിങ്ങിന്റെയും ചീറ്റിങ്ങിന്റെയും ഭാഗമായിട്ട് നിങ്ങൾക്ക് വളരെ വലിയ രീതിയിൽ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് സംഭവിച്ചിട്ടുണ്ട്, ഫിനാൻഷ്യൽ ലോസ് സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ സ്നേഹിച്ചിരുന്ന വ്യക്തികൾ നിങ്ങളിൽ നിന്ന് അകന്നു പോയിരിക്കുന്ന ഒരു സമയം, അതും ചീറ്റ് ചെയ്തിട്ട് നിങ്ങളിൽ നിന്ന് അകന്നു പോയിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം കൂടെ വന്നിട്ട് നിങ്ങൾ മൊത്തത്തിൽ ഒരു ഡിപ്രസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ജീവിതത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് മുന്നേറണം, എങ്ങനെയും ജീവിതത്തിൽ വിജയിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങളുടെ ഭാഗമായിട്ട് ഒരു വഴക്ക് വന്നിട്ടുണ്ടാവും നിങ്ങൾക്കിടയിൽ. അപ്പൊ അതുകൊണ്ടും ഒക്കെ ആയിരിക്കാം നിങ്ങൾ ഇപ്പൊ ഏറ്റവും ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം, നിങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കണം, അല്ലെങ്കിൽ ഒരുപാട് ഉയർച്ചകൾ വരണം. അങ്ങനെയൊക്കെ വന്നാൽ മാത്രമേ നിങ്ങളും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വുമൺ ആകുകയുള്ളൂ, അല്ലെങ്കിൽ മെൻ ആവുകയുള്ളൂ. ഇങ്ങനത്തെ ഒരു ചിന്തകളൊക്കെ നിങ്ങളെ ഭയങ്കരമായിട്ട് അലട്ടുന്നുണ്ട്. ഈ ഒരു കാര്യത്തിന് എല്ലാത്തിനും മേൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു യൂണിവേഴ്സിന്റെ അടുത്ത് നിങ്ങൾ ഒരുപാട് പ്രേ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊരു നീതി ലഭിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ.
അർഹമായ ഒരു നീതി നിങ്ങൾക്ക് ലഭിക്കണം. കാരണം എന്തുകൊണ്ടും ഈ ഒരു നീതി ലഭിക്കാനായിട്ട് അർഹനായിട്ടുള്ള അല്ലെങ്കിൽ അർഹയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് എനിക്കിത് കിട്ടിയേ തീരൂ എന്ന് നിങ്ങൾ ഒരുപാട് നിരന്തരമായിട്ട് ഈ യൂണിവേഴ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ നിങ്ങളുടെ ഒരു നിരന്തരമായിട്ടുള്ള യൂണിവേഴ്സിനോടുള്ള ഈ ഒരു പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കണം ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ എനർജി ഇവിടെ കാണുന്നുണ്ട്. ഈ ഒരു പുതിയ തുടക്കം എന്ന് പറയുമ്പോൾ കുറെ വ്യക്തികൾ സ്വന്തമായിട്ട് ഇനി എല്ലാ രീതിക്കും ഒരു സ്വന്തം ജീവിതത്തിന്റെ തുടക്കം, പഴയ കാര്യങ്ങളെല്ലാം പോകട്ടെ, പുതിയ രീതിയിൽ ജീവിതത്തിന് ഒരു നല്ല തുടക്കം വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അതുപോലെ മറ്റു ചില വ്യക്തികൾ നിങ്ങളിൽ നിന്ന് മാറിപ്പോയ ആ ഒരു പേഴ്സൺ നല്ല രീതിയിലേക്ക് ആയിട്ട്, നല്ല സ്വഭാവമായിട്ട് നിങ്ങളുടെ സ്നേഹം തിരിച്ചറിഞ്ഞ് നിങ്ങളിലേക്ക് വന്നിട്ട് ആ ഒരു രീതിയിലും ഒരു നല്ല പുതിയ തുടക്കം വേണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ രണ്ട് എനർജീസും നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ ഒരു സെൽഫ് ലവ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സ്വയം ഉയർത്തെഴുന്നേറ്റ് ഒരു പുതിയ ജീവിതം വേണമെന്ന്. മറ്റൊരു വ്യക്തികളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേർന്നിട്ട് ആ ഒരു വ്യക്തിയുമായിട്ടുള്ള വൈകാരികമായ ജീവിതത്തിന് എല്ലാവിധ യൂണിവേഴ്സൽ സപ്പോർട്ടോട് കൂടിയും ഒരു ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അത്രത്തോളം ചീറ്റിംഗിൽ അകപ്പെട്ടിട്ട് അപ്രതീക്ഷിതമായിട്ടാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു ചീറ്റിംഗ് വന്നിരിക്കുന്നത്. നിങ്ങൾ അറിയുന്ന വ്യക്തികളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പല രീതിയിലുള്ള തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിബന്ധങ്ങൾ എല്ലാം നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതിപ്പോൾ സ്നേഹത്തിന്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടുള്ള ഇടപാടുകളുടെ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ച വ്യക്തികളല്ല നിങ്ങളെ ചതിച്ചിരിക്കുന്നത്. നിങ്ങൾ സ്നേഹിച്ച പേഴ്സൺ ആണെങ്കിലും നിങ്ങൾ ഒട്ടും വിചാരിച്ചില്ല അവർ നിങ്ങളെ ചീറ്റ് ചെയ്യുമെന്ന്. അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്നാണ് ആ ഒരു വ്യക്തിയിൽ ഒരുപാട് ചേഞ്ചസ് സംഭവിച്ചത്. ആ ഒരു ചേഞ്ചസിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ആ ഒരു വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ആ ഒരു ചീറ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഒരുപാട് ഡിപ്രസ്ഡ് ആയിട്ടുണ്ട്, ഒരുപാട് വേദനകളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ഇഷ്യൂസ് സംഭവിച്ചിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രാർത്ഥന, വഴിപാടുകൾ അങ്ങനെയെല്ലാം നിങ്ങൾ കാശ് മുടക്കിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ഡിപ്രസ്ഡ് ആയിട്ടിരുന്ന ആ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു കരിയറിൽ, നിങ്ങളുടെ ആ ഒരു ജോബിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ബിസിനസ് ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്കൊന്നും പൂർണ്ണമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ നിങ്ങൾ പല രീതിയിൽ പല അഡിക്ഷൻസിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ മദ്യപാനം, ആൽക്കഹോളിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാതിരുന്ന പല പല സിറ്റുവേഷൻസിലേക്ക് പോയിട്ട് നിങ്ങൾ ഒരുപാട് ഡിപ്രസ്ഡ് ആയി പോയിരിക്കുന്ന ഒരു അവസ്ഥ. അതിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുടെ എനർജിയാണ് നമുക്കിവിടെ കാണുന്നത്. അതോടൊപ്പം തന്നെ മറ്റു പല വ്യക്തികളും അതിൽ നിന്ന് പതുക്കെ ഓരോ ചുവട് വെച്ച് മുന്നേറാനായിട്ട് തുടങ്ങിയിരിക്കുന്നതായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാം കൊണ്ടും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ്, ഒരു ജഡ്ജ്മെന്റ് ലഭിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു വേദനകളെല്ലാം പൂർണ്ണമായിട്ടും അവസാനിച്ചിട്ട് നിങ്ങൾ എന്ന് പറയുന്ന പഴയ വ്യക്തിയെ പൂർണ്ണമായിട്ടും കൊന്നു കളഞ്ഞിട്ട് അവിടെ നിന്നും നിങ്ങൾക്കൊരു പുനർജന്മം വേണമെന്നാണ് നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഇനിയും വേദന സഹിക്കാനായിട്ട് സാധ്യമല്ല. ആ ഒരു തിരിച്ചറിവ് നിങ്ങളെ വീണ്ടും വീണ്ടും വേദനിപ്പിക്കുകയാണ്. നിങ്ങളപ്പോൾ ഓരോ നിമിഷവും ഈ ഒരു യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നത് എനിക്ക് ഈ ഒരു വേദന ഇനി സഹിക്കണ്ട, എന്നെ പുതിയൊരു മനുഷ്യനായിട്ട് എനിക്ക് വേണം, ആ ഒരു രീതിയിൽ എനിക്കൊരു മാറ്റം തരണം, എന്തെങ്കിലും ഒരു അത്ഭുതം എന്നിൽ പ്രവർത്തിക്കണം. അങ്ങനെ നിങ്ങൾ പല രീതിയിൽ ഈ ഒരു യൂണിവേഴ്സിനോട് അഭ്യർത്ഥിക്കുന്നതായിട്ട് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ എല്ലാ കാര്യങ്ങളിനോടും ഒരുതരം ഭയം നിലനിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. എല്ലാത്തിനോടും നിങ്ങൾക്കൊരു ഭയമാണിപ്പോൾ. ആരോടെങ്കിലും സംസാരിക്കുന്ന കാര്യത്തിലാണെങ്കിലും എന്തെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് ആരെങ്കിലും വരുന്ന കാര്യത്തിലായാലും എല്ലാത്തിനോടും ഭയം. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്ന് പറഞ്ഞൊരു അവസ്ഥ. കാരണം നിങ്ങളുടെ കൂടെ നിന്ന ആളുകൾ തന്നെ നിങ്ങളെ ഇങ്ങനെ ഒരു പല രീതിക്ക് വഞ്ചിക്കുകയൊക്കെ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ആകെ ഭയമായി. ഇപ്പൊ ഒരു തെറ്റിദ്ധാരണയാണ് നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ. ഭയവും തെറ്റിദ്ധാരണയും നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതിന് തീർച്ചയായിട്ടും ഒരു മാറ്റം ഉണ്ടാകും എന്നൊരു കാർഡ് കൂടിയാണിത്. ഓക്കെ, നിങ്ങൾക്കൊരു മാറ്റങ്ങൾ സാധ്യമാണ് എന്ന് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ നമുക്കിവിടെ ചാരിയറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ഇമോഷൻസിനെയൊക്കെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിന് പലപ്പോഴും കഴിയാതെയും വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു ടൈമിൽ ഈ ഒരു സമയത്ത് ഒരു ഡിപ്രഷൻ സ്റ്റേജിലൂടെ പോകുന്ന വ്യക്തികൾ നിങ്ങൾ ട്രീറ്റ്മെന്റ് വരെ എടുത്തിരിക്കുന്ന വ്യക്തികളായിട്ട് നമുക്കിവിടെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഒരു മാനസിക ആരോഗ്യം ബലപ്പെടുത്തുന്നതിനായിട്ട് നിങ്ങൾ ആ ഒരു ട്രീറ്റ്മെന്റ് പോലും എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. മറ്റു പല വ്യക്തികളും സ്വയം കൺട്രോൾ ചെയ്ത് മുന്നോട്ടേക്ക് പോകാനായിട്ട് നിങ്ങളുടെ ഒരു വിഷനെ, നിങ്ങളുടെ ഒരു ചിന്തകളെ ഡൈവേർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുമാണ് നിങ്ങൾ ഈ ഒരു പറയുന്ന ഒരു ആൽക്കഹോളിക് പോലെയുള്ള കാര്യങ്ങളിലേക്ക് തിരിഞ്ഞ വ്യക്തികളുണ്ട്. അപ്പൊ നിങ്ങളുടെ
നിങ്ങൾ പല രീതിയിലാണ് നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത്. എന്നാൽ യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ എല്ലാവിധ വേദനകൾക്കും മാറ്റങ്ങൾ വരാനായിട്ട് പോവുകയാണ്. ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് കുറച്ചധികം സത്യങ്ങൾ അല്ലെങ്കിൽ ജെന്യുവൻ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വെളിപ്പെടുത്താനായിട്ട് ഈ ഒരു യൂണിവേഴ്സ് ആയിട്ട് തന്നെയാണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത്. നിങ്ങളിപ്പോൾ രാത്രിയും പകലും എന്ന വണ്ണം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ, അത്രത്തോളം വേദനകളിലൂടെ കടന്നു പോകുന്നു. ഇതിൽ പല വ്യക്തികളും ഈ ഒരു സിറ്റുവേഷൻസ് എല്ലാം തന്നെ കടന്നു പോകട്ടെ എന്ന് ആഗ്രഹിച്ചിട്ട് ലെറ്റിംഗ് ഗോയാണ്. ആ ഒരു സിറ്റുവേഷൻസിനെ പൂർണ്ണമായിട്ടും വിട്ടിട്ട് പോയ വ്യക്തികളും ഉണ്ട്. ഡെത്ത് കാർഡാണ്, എൻഡിങ് ആണ് കാണിച്ചിരിക്കുന്നത്. ഒരു ട്രാൻസ്ഫോർമേഷൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പവർ, ഇതിൽ ഒരുപാട് വ്യക്തികൾ സ്വന്തം ഒരു സെൽഫ് ആയിട്ടുള്ള പവർ, ഇന്നർ സോളിന്റെ പവർ തിരിച്ചറിഞ്ഞിട്ട് ഈ ഒരു സിറ്റുവേഷൻ, നിങ്ങളെ ചതിച്ച വ്യക്തികളെ ഇനി ഒരിക്കലും നിങ്ങളുടെ ലൈഫിലേക്ക് അടുപ്പിക്കുകയില്ല, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ എനിക്ക് പൂർണ്ണമായിട്ട് അവസാനിക്കണം എന്ന് അവിടെ നിർത്തിയിട്ട് നിങ്ങൾ ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന വ്യക്തികളായിട്ട് കാണുന്നുണ്ട്. അതുപോലെ മറ്റു ചില വ്യക്തികൾ ഫോർഗീവ്നെസ് ആണ്. മറ്റുള്ളവരോട്, നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തികൾ ആരാണെങ്കിലും അവർ നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരണം. നിങ്ങളെ സ്നേഹിച്ച് അവർ ആ ഒരു തിരിച്ചറിവോട് കൂടി അവർക്ക് അവരുടെ തെറ്റുകൾ മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരണം. ഒരു മാപ്പ് കൊടുക്കാൻ നിങ്ങൾ തയ്യാറായിട്ട് നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങൾ അത്രത്തോളം ഇമോഷണലി നിങ്ങൾ ഒരുപാട് ഡിപ്രസ്ഡ് ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു പേഴ്സണെ മറക്കാനായിട്ട് സാധിക്കുന്നില്ല. എന്ന് വെച്ചാൽ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയിരിക്കുന്ന ആ ഒരു വ്യക്തിയെ ചീറ്റ് ചെയ്തതാണ് എങ്കിൽ പോലും നിങ്ങളുടെ മനസ്സ് അത് അംഗീകരിക്കുന്നില്ല. അവര് നല്ല രീതിയിൽ നന്നായിട്ട് തന്നെ തിരിച്ചു വരണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അവർക്കൊരു ക്ഷമാപണം കൊടുക്കാനായിട്ട്, അവരോട് ക്ഷമിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണ്. പക്ഷെ അവർക്ക് മാറ്റങ്ങൾ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആദ്യം പറഞ്ഞ വ്യക്തികൾ ഇതിൽ നിന്നും പൂർണ്ണമായിട്ടും വിട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പോലും നിങ്ങൾ ഈ രണ്ട് വ്യക്തികളുടെയും കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് ആ ഒരു മെമ്മറീസ് നിങ്ങളുടെ ഉള്ളിൽ വരുന്നുണ്ട്. ഓൾറെഡി ക്ഷമിക്കാൻ തയ്യാറായി നിൽക്കുന്നവരുടെ ഉള്ളിൽ ഓൾറെഡി ആ ഒരു ചിന്തകളും മെമ്മറീസും ഉണ്ട്. എങ്കിലും വിട്ടിട്ട് പോകുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിലും ഒരു ട്രാൻസ്ഫോർമേഷന് തയ്യാറെടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഇതിൽ നിന്ന് എനിക്കിത് വേണ്ട എന്ന് തീരുമാനിച്ച വ്യക്തികളാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരിക്കലും അത് പുറത്ത് കാണിച്ചില്ലെങ്കിലും നിങ്ങളുടെ ഉള്ളിലും തീർച്ചയായിട്ടും ഒരു ഓർമ്മകൾ ഉണ്ട് എന്ന് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അതിൽ നിന്ന് പൂർണ്ണമായിട്ടും പുറത്ത് കടക്കാൻ സാധിച്ചിട്ടില്ല. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു റിലേഷൻഷിപ്പ് ഭാഗമായിട്ട് വരുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടേത് ഒരു പാസ്റ്റ് ലൈഫ് സോൾമേറ്റ് കണക്ഷൻ ആയിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളുടെ സോൾമേറ്റ് ആയിരുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ ഒരു ജന്മത്തിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള ഒരു കാർമിക് ആയിട്ടുള്ള റിലേഷനെ കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്കിടയിൽ ഇത്തരം ഒരു പ്രശ്നങ്ങൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കാരണം നിങ്ങൾ ഇത് അനുഭവിക്കേണ്ടിയിരുന്ന ഒരു കാര്യങ്ങളാണ്. പക്ഷെ എഗെയിൻ ഈ ഒരു സാധനം, ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് തിരിച്ചെത്തുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ തമ്മിൽ ഇത്രത്തോളം വേദന തന്നിട്ടും അത് പൂർണ്ണമായിട്ട് നിങ്ങളുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകാത്തത്. അപ്പൊ ഈ ഒരു മെമ്മറീസ്, ഈ ഒരു നൊസ്റ്റാൾജിയ കാർഡാണ്. ഈ ഒരു മെമ്മറീസിലാണ് ഇപ്പോഴും നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. ആ ഒരു ഓർമ്മകൾ എന്ന് പറയുന്നത് നിങ്ങളെ പലപ്പോഴും ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആക്കുന്നുണ്ട്. നിങ്ങൾ പല രാത്രികളിലും ഒറ്റയ്ക്കിരുന്ന് കരയുന്നു, വളരെയധികം ഓവർ തിങ്ക് ചെയ്യുന്നു, വേദനിക്കുന്നു, വിഷമിക്കുന്നു. നിങ്ങൾക്ക് താങ്ങാവുന്നതിലപ്പുറം വേദനകളിലൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥയായത്. നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സണെ നമുക്ക് ഇവിടെ നോക്കുമ്പോഴേക്കും കാണാം, നിങ്ങളുടേതെന്ന് പറയുന്നത് ഒരു മനസ്സ് ശുദ്ധമായിട്ടുള്ള വ്യക്തിത്വമായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ആ ഒരു മനസ്സ് ശുദ്ധമായത് കൊണ്ട് തന്നെയായിരിക്കണം പല രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. നിങ്ങൾ എത്രത്തോളം നമ്മളുടെ നല്ല മനസ്സുണ്ടാവോ അങ്ങനെയുള്ള വ്യക്തികൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ വേദനകൾ ഉണ്ടാവുക. ഒരു ഹാർഡ് ആയിട്ടുള്ള മനസ്സിനുള്ള ഉടമകൾക്ക് ഇത്രത്തോളം വേദനകൾ ഉണ്ടാവില്ല. അവര് തിരിച്ചും ചതിക്കാൻ പഠിച്ചവരാണ്. പക്ഷെ നല്ല മനസ്സുള്ള ആളുകൾ ആയതുകൊണ്ടാണ് നിങ്ങളെ ഇത്രത്തോളം ഇത് വേദനിപ്പിക്കുന്നത്. കാരണം നിങ്ങൾ ചിന്തിക്കുന്നത് ഞാൻ ഇങ്ങനെ അല്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ അല്ലല്ലോ അവരുടെ അടുത്ത് നിൽക്കുന്നത്. ആ ഒരു ചിന്തയാണ് നിങ്ങളുടെ മനസ്സിൽ. അപ്പൊ നിങ്ങൾ ഒരുപാട് വേദനിക്കുകയാണ് ഈ ഒരു ടൈമിൽ. ആ ഒരു വേദനകളിൽ നിന്ന് നിങ്ങൾ ആദ്യമേ തന്നെ ചിന്തിച്ചിരിക്കുന്നത് നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണമെന്നാണ്. അപ്പൊ ഒരു ജോബ് നോക്കുന്ന ആളുകളെ ഇവിടെ നമുക്ക് കാണുന്നുണ്ട്. ഒരുപാട് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെ പോകുന്ന വ്യക്തികൾ ജോബ് നോക്കിയിട്ട് ആ ഒരു ജോബിൽ ഒരു കരിയർ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കണം, ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മറ്റു ചില വ്യക്തികൾ നിങ്ങൾക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ലോസ് കാര്യങ്ങളൊക്കെ സംഭവിച്ചതിന്റെ ഭാഗമായിട്ട് ആ ഒരു കടങ്ങള് കാര്യങ്ങൾ എല്ലാം തന്നെ തീർക്കാനായിട്ട് ആ ഒരു രീതിയിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ശ്രമിക്കുന്നവരെ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരെ കാണുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഒരു മിക്സഡ് ആയിട്ടുള്ള എനർജീസ് ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ടൈമില്
യൂണിവേഴ്സ് നിങ്ങളിലേക്ക് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു സമയത്തിനെല്ലാം തന്നെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഒരുപാട് സന്തോഷങ്ങൾ തരാനായിട്ട് തയ്യാറായിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ നിൽക്കുന്നത്. അത് ഏറ്റുവാങ്ങുവാൻ നിങ്ങൾ തയ്യാറാകുക എന്നൊരു മെസ്സേജാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് മൂണാണ്, ഇൻറ്റ്യൂഷൻ ആണ്. നിങ്ങളുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ ഇപ്പോൾ പല കാര്യങ്ങളും ഒരു ഇൻറ്റ്യൂഷൻ ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് ഒരു ഇത്രത്തോളം വേദനകളിലൂടെ വന്ന വ്യക്തികളാണെങ്കിലും ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഇൻഡ്യൂഷന്റെ പ്രവർത്തന ഭാഗമായിട്ട് നിങ്ങളുടെ ആ ഒരു പേടി പതുക്കെ പതുക്കെ നിങ്ങളെ വിട്ടു പോകുന്നുണ്ടാവും. നിങ്ങളൊരു സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. നിങ്ങൾക്ക് തന്നെ ഇതുവരെ നിങ്ങളത് ചിന്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ അതേക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ നിന്ന് ആ ഒരു ഭയം പോയി അകന്നു പോകുന്നുണ്ട്. നിങ്ങൾ ഇമോഷണലി കുറച്ചധികം സ്റ്റേബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്, സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് കാര്യവും നേരിടാനായിട്ട് എനിക്ക് സാധിക്കും എന്നൊരു രീതിയിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാനാകും എന്നൊരു ഇൻറ്റ്യൂഷൻ കൂടെ നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഈ ഒരു യൂണിവേഴ്സിന്റെ, അതായത് ഈ ഒരു പ്രപഞ്ച ശക്തി നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ്. നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് തന്നെ അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് തിരിച്ചറിയാനും സാധിക്കും. നിങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു മാറ്റം നിങ്ങൾക്ക് നന്നായിട്ട് തിരിച്ചറിയാൻ സാധിക്കും. ആ ഒരു സത്യങ്ങൾ ട്രൂത്ത് ആണ്, എക്സ്പ്രഷൻ ആണ്. ഈ ഒരു സത്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വെളിപ്പെടുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ, ഒന്നെങ്കിൽ ഒരു വ്യക്തികളിൽ നിന്നിട്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ തന്നെ നിങ്ങളുടെ നേരെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളിലേക്ക് വരും. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ആ ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്ട് ആവാനായിട്ട് ഒരു ആക്ഷൻ നിങ്ങളുടെ മുന്നിൽ ക്ലിയർ ആയിട്ട് തെളിഞ്ഞു കിട്ടും. ഇപ്പൊ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയ വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ അവർക്ക് തിരിച്ചു കിട്ടുന്ന ഒരു കർമ്മ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്ന് ഒരു ക്ഷമാപണം നടത്താൻ തയ്യാറാകും. നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ അനുഭവിച്ച വേദനയുടെ സത്യമായ കാര്യങ്ങൾ എന്താണെന്നുള്ളത് വെളിപ്പെടുത്താനായിട്ട് ആ ഒരു വ്യക്തി തന്നെ കടന്നു വരുമെന്ന് തന്നെ കാണിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു വ്യക്തിനെ ഈ ഒരു യൂണിവേഴ്സ് ആയിട്ട് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. കാരണം നിങ്ങളുടെ സത്യങ്ങൾ തിരിച്ചറിയേണ്ട സമയമായി. നിങ്ങൾ ഇനിയും വേദനിച്ചിരിക്കേണ്ട വ്യക്തികളല്ല. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എല്ലാവിധ റിലീസ് ആണ്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എല്ലാവിധ നെഗറ്റീവ് തോട്ട്സും റിലീസ് ആവേണ്ട ഒരു സമയമാണിത്. നിങ്ങളുടെ ഇമോഷൻസ് എല്ലാം തന്നെ ഈ ഒരു യൂണിവേഴ്സിലേക്ക് നിങ്ങൾ സറണ്ടർ ചെയ്യുക. നിങ്ങളെല്ലാം നിങ്ങളുടെ ഇമോഷൻസ് അതുപോലെ തന്നെ ഫിയർ എല്ലാം തന്നെ നിങ്ങൾ പൂർണ്ണമായിട്ടും ഈ ഒരു യൂണിവേഴ്സിന് കൊടുക്കുക. കാരണം നിങ്ങൾക്കിത് എല്ലാത്തിന്റെയും റിലീസിങ് ടൈമാണ്. ഇനിയും നിങ്ങൾ ഈ ഒരു ഭാരം ചുമക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾ ഇവിടെ നിന്നും നടന്നു നീങ്ങണം എന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ക്ലിയർ ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ മൈൻഡിനെ എല്ലാം ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾ നടന്നു നീങ്ങേണ്ട സമയമാണ്. നിങ്ങൾക്കത് തീർച്ചയായിട്ടും സാധിക്കും. കാരണം നിങ്ങളുടെ കൂടെ ഉള്ളത് ഈ ഒരു മദർ യൂണിവേഴ്സ് ആണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. നിങ്ങൾക്ക് എല്ലാവിധ യൂണിവേഴ്സൽ സപ്പോർട്ടും ഈ ഒരു ടൈമിൽ ഉണ്ട്. ഓക്കെ, അപ്പൊ അതിന് നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഇത്രത്തോളം കാര്യങ്ങൾ വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഫേറ്റ് ആണ്, കർമ്മയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത് നിങ്ങൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് സോൾമേറ്റ് കണക്ഷൻ ഉള്ളത് കൊണ്ടാണെന്നുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതും അതുപോലെ നിങ്ങൾ കുറച്ച് വേദനകളെങ്കിലും സഹിക്കേണ്ടി വന്നതിന്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു കാർമിക് ആയിട്ടുള്ള ഒരു സൈക്കിൾ പൂർത്തിയാക്കേണ്ടതുണ്ടായിരുന്നു. അത് നിങ്ങളുടെ വിധിയാണ്, നിങ്ങൾക്ക് എഴുതപ്പെട്ടിരുന്ന കാര്യങ്ങളാണ്. ആ ഒരു ഡിവൈന്റെ തീരുമാനമാണത്. ആ ഒരു സൈക്കിൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുന്ന സമയമാണിപ്പോൾ. ഇനി നിങ്ങളുടെ അങ്ങോട്ടേക്ക് വരാൻ പോകുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് നല്ല നല്ല മാറ്റങ്ങളാണ്. നിങ്ങളിലേക്ക് ആ ഒരു ബാഡ് കർമ്മ കംപ്ലീറ്റ്ലി അവസാനിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് പുതിയതായിട്ട് വരാനിരിക്കുന്നത് സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇനി വരുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു പേഴ്സൺ കടന്നു വരുന്നു എന്നാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. അതും സിൻസിയർ ഫീലിംഗുമായിട്ട് പ്രൊട്ടക്റ്റീവ് ആണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തി തന്നെ നല്ല ഒരു വ്യക്തിയായിട്ട് നല്ലൊരു വ്യക്തിത്വം നേടി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നു. നിങ്ങൾക്ക് അർഹമായിട്ടുള്ള ആ ഒരു സിൻസിയർ ആയിട്ടുള്ള ലവ് തരാനായിട്ടാണ് അവർ വരുന്നത്. അതോടൊപ്പം നിങ്ങളെ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യാനും. ഇതുവരെ നിങ്ങൾക്ക് തരാതിരുന്ന ആ ഒരു സ്നേഹമെല്ലാം പ്രകടിതമായി തന്നെ നിങ്ങളിലേക്ക് നൽകിക്കൊണ്ട് നിങ്ങളെ ചേർത്ത് പിടിക്കുക. അതാണ് ഇനി അവരുടെ ഒരു ഉദ്ദേശം. അത് ഒരിക്കലും അവരായിട്ട് തിരഞ്ഞെടുത്തതിനേക്കാൾ കൂടുതൽ അവരുടെ മനസ്സ് തിരഞ്ഞെടുക്കുന്നുണ്ട്. പക്ഷെ അത് ഈ ഒരു പ്രപഞ്ചത്തിന്റെ തീരുമാനമാണ്. എന്താ പറയാ, സത്യമാണത്. അപ്പൊ ആ ഒരു സത്യം കൂടെ നിങ്ങളുടെ അടുത്ത് വെളിപ്പെടുത്തണം എന്നാണ് യൂണിവേഴ്സ് ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന വ്യക്തികളല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബ്രേക്കപ്പിൽ നിൽക്കുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പറയുന്നത്
ഇനി എന്റെ ജീവിതത്തിലേക്ക് ആരും വരണ്ട, എനിക്ക് മതിയായി, അയ്യോ മതി, ഇനി എനിക്ക് വേണ്ട, ഇങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് അർഹമായിട്ടുള്ള രീതിയിലുള്ള ഒരു സിൻസിയർ ആയിട്ടുള്ള ലവ് തരാനായിട്ട് ഒരു പേഴ്സൺ കടന്നു വരികയാണ്. അവർ നിങ്ങളെ നിങ്ങളുടെ ലൈഫ് എൻഡ് വരെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് വരുന്ന വ്യക്തികളാണ്. നിങ്ങളുടെ ഒരു പ്രൊട്ടക്ഷൻ ഗാർഡിയൻ പോലെ നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു പേഴ്സൺ കടന്നു വരുന്നു. ആ ഒരു പേഴ്സണെ നിങ്ങൾക്ക് ഒരിക്കലും വേണ്ട എന്ന് വെക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതല്ല എന്ന് തന്നെ കാണിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എത്രത്തോളം വേണ്ട എന്ന് വെച്ചാലും നിങ്ങൾക്ക് അത് കഴിയില്ല. നിങ്ങളിപ്പോ തീരുമാനിക്കുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ ഇല്ല എനിക്കിനി എന്തായാലും വേണ്ട, എനിക്ക് മതിയായി എന്നുള്ള രീതിയിലായിരിക്കും. പക്ഷെ ഈ ഒരു വ്യക്തിയുടെ കടന്നുവരവിനെ നിങ്ങൾക്ക് ഒരിക്കലും എതിർക്കാൻ സാധിക്കില്ല. കാരണം ഇതൊരു യൂണിവേഴ്സലിന്റെ ഒരു തീരുമാനമാണ്. അതോടൊപ്പം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത് നിങ്ങളെ ഒന്ന് ഹീൽ ചെയ്യിക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങളിൽ നിന്ന് കടന്നുപോയ വ്യക്തികളായാലും പുതിയതായിട്ട് വരുന്ന വ്യക്തികളാണെങ്കിലും നിങ്ങളുടെ വേദനകൾക്കെല്ലാം തന്നെ ഒരു പരിഹാരം തന്ന് നിങ്ങളൊരു ഹീൽ ചെയ്യിക്കാനായിട്ട്, നിങ്ങൾ ഒരുപാട് ഡിപ്രഷനിലൂടെ കടന്നുപോയ വ്യക്തികളാന്നുള്ളത് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിനെ പൂർണ്ണമായിട്ടും ഹീൽ ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നേ പറ്റുകയുള്ളൂ. അവർ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരികയും ചെയ്യും. നിങ്ങളുടെ ആ ഒരു ഇന്നർ ചൈൽഡ്, നിങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്ന ആ ഒരു കുട്ടി, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു കുട്ടിയുണ്ട്. ആ ഒരു കുട്ടി മനസ്സിന് ഏൽക്കുന്ന വേദനയാണ് നമ്മളെ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നത്. ഓക്കെ, നമ്മൾ എത്രത്തോളം വലുതായാലും നമ്മളുടെ ഉള്ളിൽ നിൽക്കുന്ന ആ ഒരു ഇന്നർ ചൈൽഡിന്റെ മനസ്സ്, ആ ഒരു മനസ്സിനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളുടെ മാനസിക നിലയെ തന്നെ തെറ്റിക്കും. അത് നമുക്ക് ട്രീറ്റ്മെന്റിലൂടെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തികളുടെ സാന്നിധ്യം തന്നെയാണ് അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഹീലിംഗ് ആക്കുകയുള്ളൂ. അപ്പൊ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ഒരു നിങ്ങളെ ഒന്ന് ഹീൽ ചെയ്യാൻ, നിങ്ങളെ മുന്നോട്ടേക്ക് നയിക്കാൻ, നിങ്ങളുടെ ലൈഫിനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ, അതുപോലെ അവർക്കും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും പഠിക്കാനായിട്ടൊക്കെ കൂടിയാണ് ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത്. ഈ ഒരു വ്യക്തിയുടെ കടന്നുവരവ് മൂലം നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കും എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരുപാട് ക്ലാരിറ്റി ലഭിക്കും. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ ആദ്യത്തെ സമയത്ത് പറഞ്ഞിരുന്നത്, ആ ഒരു കാര്യം നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ കാണും. നിങ്ങളിൽ പല വ്യക്തികൾക്കും തോന്നിയിട്ടുണ്ടായിരിക്കാം, നിങ്ങളിൽ നിന്ന് വിട്ടുപോയ വ്യക്തികൾ, ചില വ്യക്തികൾക്ക് തോന്നും അവർ നിങ്ങളിലേക്ക് വരില്ല. അങ്ങനെയുള്ള വ്യക്തികളെയും നമുക്ക് കാണുന്നുണ്ട്. പൂർണ്ണമായിട്ട് അവസാനിച്ച വ്യക്തികളുടെ എനർജിയും ഇവിടെ കിട്ടുന്നുണ്ട്. അവർ തന്നെ ചിന്തിച്ചിട്ടുണ്ട് ഇനി അവരിലേക്ക് അത് വരില്ല എന്ന്. എന്നാൽ മറ്റു ചില വ്യക്തികൾ ചിന്തിക്കുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സ്നേഹവും നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയിൽ പുതിയതായിട്ട് ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക്, നിങ്ങളുടെ ഈ ഒരു വേദനകൾക്കെല്ലാം ഈശ്വരൻ നിങ്ങൾക്കൊരു വ്യക്തിയെ നൽകും സ്നേഹിക്കാനായിട്ട് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ആ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ അപ്പോൾ തോന്നിയിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ തോന്നുന്നുണ്ട് എങ്കിൽ, മുന്നോട്ടേക്ക് നിങ്ങളിലേക്ക് ആ ഒരു കാര്യങ്ങളെല്ലാം സത്യങ്ങളായിട്ട് വെളിപ്പെടുവാൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു യൂണിവേഴ്സ് ആയിട്ട് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് വെളിപ്പെടുത്താനായിട്ട് പോവുകയാണെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കിവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് സൺ കാർഡ് ആണ്, സ്ട്രെങ്ത്തിന്റെ കാർഡാണ്, ഹാപ്പിനെസ്, ട്രൂത്ത് റിവീൽഡ്. നിങ്ങളുടെ മുന്നിലേക്ക് എല്ലാ സത്യങ്ങളും വെളിപ്പെടുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളിലേക്ക് ഒരുപാട് സന്തോഷങ്ങൾ കടന്നു വരുന്നു. ഹേർട്ട് ചക്ര എല്ലാം ഓപ്പൺ ആകുന്ന സമയം, നിങ്ങൾ എല്ലാ ഹേർട്ട് ചക്രാസും ഓപ്പൺ ചെയ്യുക. അപ്പൊ നിങ്ങൾ ഈ ഒരു ടൈമിൽ മെഡിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. പ്രാർത്ഥനകളിലൂടെ നിങ്ങളുടെ ഒരു ചക്രാസിനെ എല്ലാം ബ്ലോക്ക് ആയി കിടന്നിരിക്കുന്ന എല്ലാവിധ ചക്രാസിനെയും നിങ്ങൾ ഓപ്പൺ ആക്കുക. കാരണം നിങ്ങളിലേക്ക് ഒരു ഹാപ്പിനെസ് വന്നെത്തുകയാണ്. അത് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായിക്കൊള്ളൂ എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ഇനി മുന്നോട്ടേക്കുള്ളത് ഒരു സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ലൈഫാണ്. ഏസ് ഓഫ് ഫയർ ഇവിടെ വന്നിട്ടുണ്ട്. ന്യൂ സ്റ്റാർട്ട് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. പുതിയ ഒരു തുടക്കമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത്. അതും നിങ്ങൾ എന്താ പറയാ, അഗ്നി പോലെ കത്തി മുന്നോട്ടേക്ക് പോകുമെന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ ഒരുപാട് കത്തി ജ്വലിച്ച് മുന്നോട്ടേക്ക്, അതായത് അത്രത്തോളം പ്രകാശിതമാവും നിങ്ങളുടെ ജീവിതം എന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ വേദനകളെല്ലാം തന്നെ അവസാനിക്കുന്ന ഒരു ടൈമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇനി ഉള്ളത്. അപ്പൊ ആ ഒരു ജേർണിയിലേക്ക് നിങ്ങൾ നടന്നടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു എയിമിലേക്ക് നിങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളായിട്ട് കാണുന്നുണ്ട്. നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് എംപ്രസ് കാർഡ്, വാവ്. അതുപോലെ തന്നെ നമുക്കിവിടെ 2 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു മദർ യൂണിവേഴ്സിന്റെ അനുഗ്രഹമുള്ള വ്യക്തികൾക്ക് മാത്രമേ ഈ ഒരു റീഡിംഗ് തീർച്ചയായിട്ടും കാണാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളിലേക്ക് ആ ഒരു സ്നേഹവുമായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട എല്ലാവിധ അബണ്ടൻസും നിങ്ങളിലേക്ക് ഒരു പ്രപഞ്ച ശക്തി തിരിച്ചു നൽകാനായിട്ട് പോകുന്ന ഒരു സമയമാണിത്. ആ ഒരു പ്രപഞ്ച ശക്തിയുടെ തീരുമാനം, ആ ഒരു പ്രപഞ്ച ശക്തി നിങ്ങളിലേക്ക് തരാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സ്വീകരിക്കാനായിട്ട് നിങ്ങൾ രണ്ട് കൈയും അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സും തുറന്ന് നിങ്ങൾ കാത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്ക് റെസനേറ്റ് ആകുന്നതാണ് എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതുമാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക്
പേഴ്സണൽ റീഡിംഗ് എൻ്റെ അടുത്ത് നിന്ന് എടുക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വാട്സ്ആപ്പ് നമ്പർ ഷെയർ ചെയ്ത് തരുന്നതാണ്. അതിൽ നിങ്ങൾ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. നാളെ വീണ്ടും നല്ല ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.